Hi everyone, welcome back to our channel. So ഇന്ന് നമ്മുടെ ഡേ 4 ഓഫ് ക്യാൻസ് വ്ലോഗ് ആണ്, നമ്മുടെ ലാസ്റ്റ് ഫുൾ ഡേ ഹിയർ. സോ വിൽ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കഴിഞ്ഞ 3 ദിവസം നമ്മൾ കുറേ ആക്ടിവിറ്റീസും കുറേ ഇടമൊക്കെ കാണാൻ പോയി. സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ അധികം ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഫുൾ ഡേ ആണ് ഇവിടെ ക്യാൻസിൽ. നമ്മൾ രാവിലെ ഒരു ഈജിപ്ഷ്യൻ തീംഡ് അട്രാക്ഷൻ ആയിട്ടുള്ള ടൂംബ് ഓഫ് ഫറോസ് ആണ് കാണാൻ പോകുന്നത്. അതിനുശേഷം വൈകുന്നേരം നമുക്ക് റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. സോ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊരു ഇമേഴ്സീവ് ഈജിപ്ഷ്യൻ തീംഡ് അട്രാക്ഷൻ ആണ്. സോ പണ്ട് കാലത്തെ ഈജിപ്തിൽ നമ്മൾ പോയ ഒരു ഫീലായിരുന്നു നമുക്ക്. ഈജിപ്തിലെ പണ്ട് കാലത്തുള്ള ടെമ്പിൾസും ടൂംസിനെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ചേംബേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ഫറോസിൻ്റെ സ്റ്റാച്യൂസ്, പിന്നെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഹൈറോഗ്ലിഫിക്സ്, മിത്തിക്കൽ ക്രീച്ചേഴ്സ്, അങ്ങനെ കുറേ അവർ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 30 to 45 മിനിറ്റ്സ് എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഞങ്ങൾ ഇവിടെ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇവരുടെ വിശ്വാസപ്രകാരം ഫറോസ് അവർ വെറും ഒരു ക്വീനോ അല്ലെങ്കിൽ ഒരു കിങ്ങോ ആയിരുന്നില്ല. അവർ ലിവിങ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ആയിരുന്നു എർത്തിൽ. ഇവിടെ നമുക്ക് മെയിൻലി കാണാൻ പറ്റുന്നത് ഏകദേശം 11 ഫേമസ് കിങ്സ് ആൻഡ് ക്വീൻസ് ആണ്. കിങ് ടുറ്റൻഖാമുൻ, റമസസ്, സേറ്റി, നെഫർട്ടറി, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഫറോസും ക്വീൻസും ഇവിടെ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് പാർട്ട് ഓഫ് ഈജിപ്ഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഈ പ്രോസസ് ഓഫ് മമ്മിഫിക്കേഷൻ ആണ്. ഇവരുടെ ഏൻഷ്യൻറ്റ് ബിലീഫ് പ്രകാരം ബോഡി പ്രിസർവ് ചെയ്യുമ്പം ഇറ്റ്സ് ലൈക്ക് പ്രിപ്പയറിങ് യുവർ സോൾ ഫോർ ദി ആഫ്റ്റർ ലൈഫ്. ഒരു വെൽ പ്രിസർവ്ഡ് ബോഡിയാണ് ഒരു പേഴ്സൻ്റെ ഡെത്തിന് ശേഷമുള്ള ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. സോ ഇതൊരു 70 days ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ മമ്മിഫിക്കേഷൻ. സോ ഇതിനകത്ത് ആദ്യം ബോഡി വാഷ് ചെയ്ത് ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യും. ബട്ട് ഹാർട്ട് മാത്രം റിമെയിൻ ചെയ്യും, അവിടെ വെക്കും. ബിക്കോസ് ദേ ബിലീവ് ഹാർട്ടായിരുന്നു ഇൻ്റലിജൻസ്, ഇമോഷൻ ആൻഡ് സോളിൻ്റെ മെയിൻ സെൻറ്റർ. അതിനുശേഷം ഇവർ ബോഡി ഡ്രൈ ചെയ്തിട്ട് നാച്ചുറൽ സോൾട്ട് വെച്ച്, നാട്രൻ എന്ന് പറയുന്ന സോൾട്ട് വെച്ചിട്ട് ഡ്രൈ ചെയ്ത് റാപ്പ് ചെയ്യും ലിനനിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ അവർ കുറേ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ചാംസ്, പിന്നെ ആഭരണങ്ങൾ, കുറേ ലെയേഴ്സ് ഓഫ് ക്ലോത്ത്സ്, പ്രേയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ ആഫ്റ്റർ ലൈഫിലേക്ക് പറഞ്ഞു വിടുന്നത്. എന്നിട്ട് മമ്മീനെ അവർ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കോഫിൻസിൽ വെച്ച് സീൽ ചെയ്യും. ആൻഡ് ദെൻ ടൂമ്പിൽ വെക്കുക. കൂട്ടത്തിൽ കുറേ ട്രഷേഴ്സ്, ഫുഡ്, പിന്നെ അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സും വെക്കും. സോ ഇറ്റ്സ് റിയലി ഫാസിനേറ്റിംഗ് ഈ മമ്മീസിനെ നേരിട്ട് കാണാനും, പിന്നെ ഈ പഴയ ഫറോസിനെയും ക്വീൻസിനെ പറ്റിയൊക്കെ വായിക്കാനും അവരെ പറ്റി കൂടുതൽ അറിയാനും. സോ ഇറ്റ് വാസ് റിയലി എ യൂണീക്ക് എക്സ്പീരിയൻസ്. ഞങ്ങളെ ഇവിടെ കൂടുതലും ആകർഷിച്ചത് കിങ് ടുറ്റൻഖാമുനും ക്വീൻ നെഫർട്ടറിൻ്റെ കഥകളായിരുന്നു. ക്വീൻ നെഫർട്ടറി ഈജിപ്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ബിലവഡ് ക്വീൻസ് ആയിരുന്നു. നെഫർട്ടറി അവരുടെ ഇൻ്റലിജൻസ്, ബ്യൂട്ടി ആൻഡ് ഡിപ്ലോമസി ആൻഡ് റോയൽ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ഒരു റോൾ കൊണ്ടാണ് ഇത്രയും ഫേമസ് ആയത്. കിങ് ടുറ്റൻഖാമുൻ വളരെ ചെറിയൊരു ഏജിലാണ് കിങ് ആയത്. സോ 18th ഡൈനാസ്റ്റിയിലാണ് കിങ് ടുറ്റ് ഈജിപ്റ്റ് റൂൾ ചെയ്തത്. സോ മോർ ദാൻ 3300 years ago. പിന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു റെയിനും കൂടെ ആയിരുന്നു. 10 വർഷം മാത്രമേ കിങ് ടുറ്റിൻ്റെ റെയിൻ ഉണ്ടായിരുന്നുള്ളൂ. കിങ് ടുറ്റിൻ്റെ ടൂംബ് കണ്ടുപിടിച്ചത് 1922 സോ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡിസ്കവറിയും കൂടെ ആയിരുന്നു അത്. ടൂംബിനകത്ത് കുറേ ട്രഷേഴ്സ്, പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ബറിയൽ മാസ്ക്, ജുവലറി, ഫർണിച്ചർ, പിന്നെ റോയൽ ബിലോങ്ങിങ്സ്, ഇതെല്ലാം വളരെ പ്രിസർവ്ഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഡിസ്കവർ ചെയ്തത്. പിന്നെ ഒരു മോസ്റ്റ് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ലെജൻഡാണ് കേഴ്സ് ഓഫ് ദ ഫറോസ് എന്ന് പറഞ്ഞിട്ട്. സോ സെഞ്ച്വറീസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ആരെങ്കിലും റെസ്റ്റിംഗ് പ്ലേസസ് ഓഫ് ഫറോസിനെ ഡിസ്റ്റർബ് ചെയ്താൽ അവർക്ക് വളരെ മിസ്ഫോർച്യൂൺ ഓർ ഈവൻ ഡെത്ത് വരെ വരാം എന്നാണ് പറയുന്നത്. ഈ ഒരു ലെജൻഡ് വളരെ ഫേമസ് ആയത് കിങ് ടുറ്റിൻ്റെ ടൂംബ് ഡിസ്കവർ ചെയ്തപ്പോഴാണ്.
ആ എക്സ്കവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും പിന്നെ കുറേ പേര് അതിനനുവദിച്ചിട്ടുള്ള ആൾക്കാരും മരിച്ചു പോയായിരുന്നു. സോ അന്നേരമാണ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഈ സ്റ്റോറി വളരെ ആ ടൈമിൽ വൈറലായത്. സോ അങ്ങനെ ഫൈനലി നമ്മൾ സൊവനിയേഴ്സ് ആൻഡ് മാഗ്നറ്റ്സ് ഒക്കെ കണ്ടു. സോ അങ്ങനെ നമ്മൾ 2-3 മാഗ്നറ്റും കുറച്ച് മോണുമെൻറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. സോ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇനിയിപ്പോൾ നമ്മൾ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. സോ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു അങ്ങോട്ട്. ഞങ്ങൾ ബാരൺ റിവറിൽ പോയിട്ടാണ് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത്. ബാരൺ റിവറിൽ അത്യാവശ്യം സ്റ്റീപ്പ് ഗോർജ് വാൾസ് ഉള്ളതാണ്. വളരെ ഗ്രീനറി ഉള്ളൊരു റെയിൻ ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ്. സോ ഇതൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ സീസൺ ആയതുകൊണ്ട് അധികം വാട്ടർ ഫ്ലോ ഇല്ല. സോ ഒബ്സ്ട്രക്ഷൻസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. സോ ഇത് ബാരൺ ഗോർജ് നാഷണൽ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചെക്ക് ഇൻ പോയിൻറ്റ്. സോ നമ്മൾ ആദ്യം നാഷണൽ പാർക്കിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ബാരൺ റിവർ ആണ്. ഞങ്ങളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷമാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് പോയിൻറ്റിലേക്ക് പോയത്. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് റിവർ റാഫ്റ്റിംഗ്. സോ അത്യാവശ്യം വളരെ നെർവസ് ആയിരുന്നു. സോ അതുകൊണ്ട് അധികം വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോട്ടോസ് നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം 1 hour ഉണ്ടായിരുന്നു. സോ ഇനിയിപ്പം നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ് ഇവിടെ ക്യാൻസിൽ. സോ ഞങ്ങൾ നൈറ്റ് മാർക്കറ്റ്സിൽ വരാൻ ഓർത്തു. ഇവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് നമ്മുടെ ഡേ വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. സോ അങ്ങനെ നമ്മൾ മോമോ ഹൗസിലോട്ടാണ് കയറിയത്. സോ അങ്ങനെ നമ്മുടെ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഒരാഴ്ച പെട്ടെന്ന് അങ്ങനെ അങ്ങ് പോയി. ഇനിയിപ്പം റൂമിലോട്ട് ചെന്ന് പാക്ക് ചെയ്യണം. നാളെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. സോ നാളെ ഉച്ചയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ നാളെ നമ്മൾ രാവിലെ ചെക്ക് ഔട്ട് ചെയ്യണം. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മുടെ ക്യാൻസ് വ്ളോഗ് അല്ലെങ്കിൽ ജേർണി ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാറായി. So we'll see you tomorrow on our final day in Cairns.